അപ്പൊ ഷജീർ പുളിക്കലിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ആ ഒരു കൃത്യത്തിലേക്ക് കിടക്കുകയാണ്. ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിക പഠനം എന്ന ടൈറ്റിലിൽ ഞാനും അദ്ദേഹവും നിൽക്കുന്ന ഒരു ഫോട്ടോ ഉള്ള തംബ്നെയിലൊക്കെ ചേർത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണിപ്പോ ആ യുക്തിവാദി എന്ന്. കേട്ടോളി. ഇനി വേറെ രക്ഷയില്ല, എനിക്കിനി വേറെ മുന്നിൽ ഓപ്ഷൻ ഇല്ല. അദ്ദേഹം എന്നെ ക്ഷണിക്കുന്നു, ഞാൻ അതിന് തയ്യാറുണ്ടെന്ന് പറയുന്നു. ഷജീർ തയ്യാറുണ്ടെന്ന് ചോദിക്കുന്നു. ഷജീർ തയ്യാറായി വന്നിരിക്കുന്നു. ഇല്ലോളം താമസിച്ചാണെങ്കിലും വന്നു എന്നുള്ളതാണ്. നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിക പഠനം. യുക്തിവാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ തന്നെയാണ്. അപ്പോൾ ഒരു യുക്തിവാദിയായ എന്റെ ഇസ്ലാമിക പഠനങ്ങളായിരിക്കും തുടർന്നുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു യാത്രയിൽ ലിയാഖത്തിലിയും കൂടെ കൂടാം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇനിയും തയ്യാറാണ്. ഷജീറിനോട് വെറുതെ ഒരു വീഡിയോയിൽ പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം എന്ത് പ്രശ്നം. ആ പരിശോധനയ്ക്ക് പക്ഷേ ഷജീർ തയ്യാറാണ്. ഷജീർ തയ്യാറായി വന്നിരിക്കുന്നു. ഇനി നമുക്ക് തുടങ്ങാം. ഇനി വേറെ രക്ഷയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഷജീറിന് തയ്യാറായി വന്ന സ്ഥിതിക്ക് നമുക്ക് തീർച്ചയായിട്ടും അത് പരിശോധിക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു, മറുപടി പറഞ്ഞിരുന്നു. അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തിരുന്നു, അതിനും മറുപടി പറഞ്ഞിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല എന്ന ഒരു പല്ലവിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ആ അർത്ഥത്തിലുള്ള ഒരു യാത്ര, ദൈവത്തെ അന്വേഷിച്ച് അല്ലെങ്കിൽ ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഷജീർ തെളിവുകൾ നിരത്തി മുന്നോട്ട് വരുന്ന ഒരു യാത്രയിൽ, അത്തരം ഒരു യാത്രയിൽ അതുണ്ടോ എന്ന് പരിശോധിക്കാൻ അറിയാൻ അത് ഷജീറിന്റെ കൂടെ യാത്ര ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് എന്റെയും ഷജീറിന്റെയും മാത്രമായിട്ടൊരു യാത്രയായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. ഷജീർ ഉന്നയിക്കുന്ന ചില വാദങ്ങൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ, ചില ആശയങ്ങൾ മുൻനിർത്തി മാത്രം വിശ്വാസത്തിനകത്ത് തട്ടിത്തടഞ്ഞു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരുപക്ഷെ ഒരുപാട് പേർക്ക്, ഒരുപക്ഷെ ഷജീറിന് തന്നെയും, ഷജീർ ഇപ്പൊ തന്നെ ഷജീറിനെ യുക്തിവാദി എന്നൊക്കെ വിളിക്കുന്നു. ഷജീറിനോട് യുക്തിഭദ്രമായി ഷജീർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അത് കേവലമായിട്ടുള്ള ഒരു വാദത്തിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായിട്ടും യുക്തിബോധത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. സാമാന്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അതിനെ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നു എങ്കിൽ ആ പഠനത്തിൽ കൂടെ കൂടുന്നതിൽ എനിക്ക് ഒരു വൈമനസ്യമില്ല. അതുകൊണ്ട് ആ പറഞ്ഞ വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഷജീറിന്റെ ആ യാത്രയിൽ നമുക്കൊന്ന് കൂടെ പോയി നോക്കാം. ഈ വീഡിയോയിൽ അദ്ദേഹം പക്ഷെ പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഷജീറിന്റെ വാദങ്ങളിലൂടെ ഇവിടെ സമർത്ഥിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പൊ ആദ്യം അദ്ദേഹത്തിന്റെ ചോദ്യം എന്തായിരുന്നു എന്നുള്ളതും ആ ചോദിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നും, എന്താണ് ഈ കഥ, എന്താണ് ഈ കളി എന്ന് കാണാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിൽ നമ്മൾ ലൈവ് തുടങ്ങിയത് ഈ അടുത്താണ്. അപ്പം ഇതിന് മുൻപുള്ള വീഡിയോകളൊന്നും ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇത് കാണുന്നവർക്കും ഷജീറിന്റെ പ്രധാനപ്പെട്ട തട്ടകം ഫേസ്ബുക്ക് ആണ് എന്നുള്ളത് കൊണ്ടും എന്താണ് ഇതിന്റെ പിന്നാമ്പുറത്തിലെ കഥ എന്നറിയാത്തവർക്ക് വേണ്ടി ഷജീർ തന്നെ ആ ഭാഗം ഒന്ന് വിശദീകരിക്കും. ഇത് എന്താണ് വിഷയം എന്ന് അറിയാത്തവരോട് പറയാം. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എക്സ് മുസ്ലിങ്ങളോട് നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഒരു ചോദ്യം ഞാൻ നിങ്ങളിലേക്ക് ഇട്ട് തന്നിരുന്നു. അതെ, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയങ്ങളിലോ അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിക്കാവുന്ന ചോദ്യം എന്ന തരത്തിൽ അല്ലെ, നമ്മൾ ചില ഒറ്റമൂലികൾ എന്ന രീതിയിൽ കൊടുക്കാവുന്ന ഒരു ചോദ്യം എന്ന നിലക്ക് അദ്ദേഹം ഒരു ചോദ്യം മുന്നിലോട്ടിട്ട് തന്നിരുന്നു. ആ ചോദ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാനാണ് ചെന്നത്. ഇതാണ് സംഭവത്തിന്റെ ഇതിവൃത്തം. ആ ചോദ്യം എന്തുകൊണ്ടാണ് ചോദിച്ചത് എന്ന് ആദ്യം പറഞ്ഞിട്ട് എന്താണ് ആ ചോദ്യത്തിന്റെ പൂർണ്ണ രൂപം ഷജീർ പറയും. എന്തുകൊണ്ടാണ് ഷജീർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അതിനൊരു സാഹചര്യം ഉണ്ടാവില്ല. വെറുതെ വന്നിട്ട് ഇപ്പൊ ഷജീർ എക്സ് മുസ്ലിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ, ചിലപ്പം കുറവുണ്ടാകും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് ഷജീർ എത്തിയത് എന്ന് ഷജീർ ആദ്യം പറയും. അങ്ങനെ ആ ഇടാനുള്ള കാരണം, ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. അവരുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ എക്സ് മുസ്ലിങ്ങളായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയും അവരുടെ നമ്പർ തരാം, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ ആദ്യ പടി എന്ന രീതിയിൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഷജീർ അള്ളാന്റെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നവും സങ്കടവും പറഞ്ഞിട്ട് രക്ഷിതാക്കളോ കൂട്ടുകാരോ ഷജീറിനെ പോലെ ഒരാളെ, പ്രത്യേകിച്ച് ഇസ്ലാമിന് വേണ്ടി ഘോരഘോരം സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞ ഒരാൾ വിളിക്കുമ്പോൾ, രക്ഷിതാവ് വിളിക്കുമ്പോൾ അവരെ അഡ്രസ് ചെയ്യാതെ നിങ്ങൾ ജോലിക്ക് പോകുന്നതിൽ എന്തർത്ഥമുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് കുട്ടികളോ അല്ലെങ്കിൽ അയൽവാസികളോ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ കഷ്ടപ്പെടുമ്പോൾ ദീനിൽ നിൽക്കുന്ന ആളുകൾ ഷജീറിനെ വിളിച്ച് കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ ഷജീർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിനാണ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അള്ളാന്റെ ദീനിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ അത് അങ്ങനെയാണ്. ഇനി ഷജീറിന് അതിന് സമയം കിട്ടുന്നില്ല, അത് ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ അലിയാർ കാസിമി ഉണ്ടല്ലോ, എം അക്ബർ സാഹിബ് ഉണ്ടല്ലോ. ഇനി ഇവർ രണ്ടാളും ബിസി ആണെങ്കിൽ കാര്യമായ പരിപാടിയൊന്നും ഇല്ലാതെ നമ്മുടെ അനിൽ മുഹമ്മദ് സാഹിബില്ലേ, ഇവരെയൊക്കെ റെഫർ ചെയ്തിട്ട് ആ കുട്ടികളുടെ വിശ്വാസം പിടിച്ചു നിർത്താൻ അവരെ സഹായിക്കുകയാണ് ഷജീർ മുഹമ്മദ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള പണിയും പത്രാസും ഒക്കെ മതി. കാരണം ഇത് നാളെ മരിച്ചു ചെല്ലേണ്ടതാണ്. ഷജീർ ഈ വീഡിയോയുടെ അവസാനം പറയുന്നത് പോലെ ഇത് കേവലം ഇവിടുത്തെ കച്ചവടവും ഇവിടുത്തെ ജോലിയായിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ലല്ലോ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനൊരു പ്രയോറിറ്റി കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ഇനി
അതിപ്പം ഓരോരുത്തർക്ക് ഇടപെട്ട് മറുപടി പറയാനും കാര്യങ്ങൾക്കും ഷജീറിന് കഴിവില്ലാത്തത് കൊണ്ട്, മീൻസ് സമയമില്ലാത്തത് കൊണ്ടാണ് ഷജീർ എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു ഒറ്റമൂലി എന്ന രീതിയിൽ. നമുക്ക് പണ്ട് ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോയാൽ ഒരു ചുവപ്പ് വെള്ളം കിട്ടുമായിരുന്നു. അപ്പൊ അത് എല്ലാവർക്കും, പനിയായിട്ട് ചെന്നാലും ജലദോഷമായിട്ട് ചെന്നാലും എല്ലാവർക്കും കിട്ടുന്നത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അതേപോലെ ആയുർവേദ ഡിസ്പെൻസറി ചെന്നാൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കഷായം ഉണ്ടാവും, ഒരു കുറുന്തോട്ടി കഷായം, ചുക്ക് കഷായം എന്തോ. എന്നതുപോലെ എല്ലാവർക്കും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സംശയം തോന്നുന്ന എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു ഒറ്റമൂലി ഷജീർ ഒരു ചോദ്യ രൂപേണ പുറത്തോട്ട് വിട്ടു. ഇനി നിങ്ങൾ ആ ചോദ്യം ഒന്ന് കേൾക്ക്. അപ്പോൾ ആ ഒരു ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ലിയാഖത്തിലിയായിരുന്നു. ഞാൻ ആ ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു: ഒരു വ്യക്തി ഇപ്പോൾ നമ്മളോട് വന്ന് ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഒരു കാരണമില്ലാതെ ഒരു വ്യക്തിയെ നിരാകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുപോലെ തീർച്ചയായിട്ടും ഇപ്പൊ ഷജീർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി വന്നിട്ട് ഒരു കാര്യം പറയാണ്, ആ കാര്യത്തെ നിരാകരിക്കാൻ നമ്മളെടുത്ത് ശാസ്ത്രീയമായ തെളിവ് വേണം. ഇതാണ് ഷജീറിന്റെ വാദം. അപ്പൊ അത് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് മതം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ മതത്തിൽ വിശ്വാസം കുറഞ്ഞു തുടങ്ങിയിട്ടുള്ള ആളുകളോട് ചോദിക്കണം എന്നായിരുന്നു ഷജീർ പറഞ്ഞു കൊടുത്ത ആ ഒരു കുസൃതി ചോദ്യം. ആ കുസൃതി ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞില്ല എന്നതാണ് ഷജീറിന്റെ അടുത്ത പരാതി. ഇനി ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്നയാളെ കുറിച്ച് അതിന്റെ തെളിവ് ചോദിക്കാതെ, അല്ലെങ്കിൽ അത് തെളിവ് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം പരിഗണിക്കാതെ അത് നിരാകരിക്കുന്നതിന് നമുക്ക് തെളിവ് വേണം എന്ന ഷജീറിന്റെ വാദം. ഷജീർ ആ ഭാഗം ഒന്നുകൂടി വ്യക്തമാക്കും. ഇത് കുറച്ച് ആവർത്തന വിരസത ഉണ്ടാവും. ഷജീർ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് എനിക്ക് ആവർത്തിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഷജീർ അടുത്ത വീഡിയോയിൽ പറയും, ഞാൻ 15 തവണ 20 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും ലിയാഖത്ത് ഉത്തരം പറഞ്ഞില്ല എന്ന്. അപ്പൊ ലിയാഖത്ത് ഉത്തരം പറയാത്തത് എന്ന് ഷജീർ ആരോപിക്കുന്ന ആ ഭാഗം ഷജീർ എന്റെ ദീർഘമായ വീഡിയോകളിൽ നിന്ന് മുറിച്ചെടുത്ത 1 മിനിറ്റിൽ താഴെയുള്ള ഭാഗങ്ങൾ കൊണ്ട് മറുപടി പറയാൻ ശ്രമിക്കുന്നതിൽ തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നും ഷജീറിനത് മനസ്സിലായിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നത് നമുക്കിനി കാണാം. അതുപോലെ തന്നെ ഇപ്പൊ മുഹമ്മദ് നബി വന്നുകൊണ്ട് നമ്മളോടൊരു അറിവ് പറഞ്ഞു തരുന്നുണ്ട്, ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ പ്രവാചകനെ നിരാകരിക്കുന്നതിനും ഇതുപോലെ തന്നെ ഈ ഒരു യുക്തി വെച്ച് തന്നെ കൃത്യമായ ഒരു കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പം ഒരാൾ ഒരു കാര്യം വന്ന് പറയുമ്പോൾ നിരാകരിക്കാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിരാകരിക്കണമെങ്കിൽ തെളിവ് വേണം എന്നതാണ് ഷജീറിന്റെ യുക്തി. മനസ്സിലായോ? അപ്പൊ ഷജീറിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറയണം, ഷജീറിന് യുക്തിഭദ്രമായി ശാസ്ത്രീയമായിട്ട് ആ കാര്യത്തെ നിരാകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഷജീർ പിന്നെ അത് തള്ളിക്കളയൂല, അതങ്ങ് സ്വീകരിക്കും. അതിന് പകരം ഒരാളൊരു അവകാശവാദവുമായിട്ട് വരുമ്പോൾ അതിന് തെളിവ് ചോദിക്കാതെ, അല്ലെങ്കിൽ അതിന് തെളിവ് ചോദിക്കാൻ ഷജീർ തയ്യാറാവില്ല. കാരണം നിരാകരിക്കണമെങ്കിൽ തെളിവ് വേണമല്ലോ. നിരാകരിക്കാൻ തെളിവില്ലാത്തതുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് ഷജീറിന്റെ യുക്തി. അത് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഷജീർ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഷജീർ തന്നെ ആ സംഭവം ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കി തരും, എങ്ങനെയാണ് ഷജീർ കാര്യങ്ങളെ യുക്തിഭദ്രമായിട്ട് തെളിയിക്കാൻ. ഇപ്പോൾ പ്രവാചകൻ വന്നുകൊണ്ട് പറയുന്നത്, അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളും എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതല്ല. ഇതിന്റെ പിന്നിൽ കൃത്യമായൊരു സൃഷ്ടാവുണ്ട്, ഒരു ആസൂത്രകനുണ്ട് എന്ന് ആ പ്രവാചകൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അത് മുഹമ്മദ് നബി ആദ്യമായിട്ട് വന്ന് പഠിപ്പിച്ച ഒരു കാര്യമല്ല. അത് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള, അദൃശ്യമായ ശക്തിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ ഭയമോ ജിജ്ഞാസയോ മനുഷ്യന്റെ ഭാവനയോ ഒക്കെ ചേർത്ത് ദൈവസങ്കല്പവും സൃഷ്ടാവ് എന്ന സങ്കല്പവും മുഹമ്മദിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്ത് മനുഷ്യർക്കിടയിൽ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് ഒരു ദൈവമാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. മീൻസ് മുഹമ്മദ് നബി ആദ്യമായിട്ട് വന്ന് പഠിപ്പിക്കല്ല, ഇനി അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് എടുത്തോണ്ട് വരും. അപ്പം അത് മാത്രമല്ല, ഇനിയിപ്പം ഷജീർ പറഞ്ഞോടത്ത് തെറ്റിയതാണ് എന്ന് വിചാരിക്കാം. മുഹമ്മദ് നബി പറഞ്ഞത് ഷജീർ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. ഷജീർ പറയേണ്ടിയിരുന്നത് ഈ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി വന്നത് എന്നതാണ് ഇസ്ലാമിന്റെ വാദം. അല്ലാതെ ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചു എന്നതല്ല. ഇസ്ലാമിന്റെ പ്രത്യേകതയും ഇസ്ലാമിന്റെ വാദവുമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഖുർആൻ തന്നെയും പറയുന്നത് അള്ളാഹു ആണ് ഇതിന്റെ പിന്നിലുള്ള ശക്തി ഒക്കെ പറയുന്നത് അള്ളാഹു ആണ്. ആ അള്ളാഹുവിനെ അല്ലാതെ മറ്റു ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് പറയാനാണ് മുഹമ്മദ് നബി വന്നത് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് ഷജീർ തിരുത്തേണ്ടതാണ്. ഇനി അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നോ ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടെന്നോ ഒരു ആരെങ്കിലും ഒരു കാക്കിരി പൂക്കിരിയോ കോക്കാം ബീച്ചോ എന്തെങ്കിലുമൊക്കെ പേരിൽ പല സങ്കല്പങ്ങളിൽ പല പേരിൽ പല ഇടങ്ങളിൽ പല സംസ്കാരങ്ങളിൽ പല രീതികളിൽ ആളുകൾ ഇങ്ങനെ വിശ്വസിച്ചു പോന്നിരുന്നു. ആ വിശ്വാസം തന്നെ പങ്കുവെക്കുന്ന ആളായിരുന്നു മുഹമ്മദ് നബി. അപ്പൊ അതിന് വലിയ പുതുമയൊന്നുമില്ല. അതോടൊപ്പം തന്നെ ആ പ്രവാചകൻ പഠിപ്പിച്ചു, ആ ആസൂത്രികൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഏതെങ്കിലും വസ്തുവല്ല, പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ വസ്തുക്കൾ വെച്ചുകൊണ്ട് രൂപമോ ഘടനയോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് റബ്ബുൽ ആലമീനാണ്, പ്രപഞ്ചാതീതനായ മഹാശക്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അറിവിനെ നിരാകരിക്കുവാനുള്ള എന്ത് ശാസ്ത്രീയമായ എന്ത് യുക്തിപരമായ കാരണമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നായിരുന്നു ഞാൻ ആ ചോദ്യത്തിൽ ഉന്നയിച്ചിരുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ അവകാശവാദവും മുഹമ്മദ് നബി പഠിപ്പിച്ചതും ഷജീർ പറഞ്ഞതുപോലത്തെ ഒരു കാര്യമല്ല, അത്ര ലളിതമല്ല. അതായത് ഈ പ്രകൃതിക്ക് പിന്നിൽ ഒരു ശക്തിയുണ്ട്, ആ ശക്തി അതിനെ മാത്രമാണ് നമ്മൾ ദൈവമായിട്ട് കണ്ട് ആരാധിക്കാൻ പാടുള്ളൂ. ഇതല്ല മുഹമ്മദിന്റെ ക്ലെയിം.
മുഹമ്മദ് അധികാരപ്പെടുത്തി എന്ന് പറയുന്നത്, ഇത് പറയാൻ താൻ ആരുവ എന്നൊരാൾ ചോദിച്ചാൽ അതാണല്ലോ ആദ്യം തെളിയിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ദൈവവിശ്വാസികളായ മനുഷ്യരാണ് മുഹമ്മദിനെ നിരാകരിച്ചത് എന്ന് ഷജീർ മനസ്സിലാക്കണം. മുഹമ്മദ് നബി വന്നപ്പോ അവിടെ വന്നിട്ട് പറഞ്ഞു, ഈ കാണുന്നതിനൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പ്രപഞ്ച സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ മാത്രം ആരാധിക്കണം, മറ്റു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ഇതിന് പിന്നിൽ ഒരു ശക്തിയുമില്ല, ഇങ്ങനെ ഒരു ദൈവമില്ല, ദൈവസങ്കല്പത്തെ നിരാകരിക്കുന്ന ഒരു ജനതയല്ല മുഹമ്മദിനെ നിരാകരിച്ചത് എന്നതാണ് ഷജീർ മനസ്സിലാക്കേണ്ടത്. ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ച, മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ച ആളുകൾ തന്നെയാണ് മുഹമ്മദിനെ നിരാകരിച്ചത്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം ഇവിടെ നിൽക്കുന്ന എക്സ് മുസ്ലിങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സങ്കീർണമാണ് മുഹമ്മദിന്റെ കാര്യത്തിൽ ഈ ചോദ്യങ്ങൾ. ഇനി വേറൊരു കാര്യം, ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ലിയാഖത്തിൽ 3 വീഡിയോകളാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 4.5 മണിക്കൂർ ലെങ്ത് ഉള്ള വീഡിയോകളാണ്. 3 വീഡിയോ കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ 4.5 മണിക്കൂറോളം വരുന്നുണ്ട്. ഇത്രയും 5 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചിട്ടും എന്റെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. ഷജീർ പുളിക്കലെ ചോദ്യങ്ങളിൽ കഴിഞ്ഞൊപ്പിച്ചു ഞാൻ പറയുന്നത് വെച്ചാൽ, ഷജീർ പുളിക്കൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് മറുപടി പറയാൻ സാധ്യതയുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെ ഷജീർ കാര്യങ്ങൾ ഓർമ്മയുണ്ട്, നമ്മുടെ പഴയ അനുഭവങ്ങൾക്ക് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ നേരിട്ട് ഉത്തരം പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും നമുക്ക് ഉരുളാൻ ഗ്യാപ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള ചില കൊനിഷ്ഠ അതിനകത്ത് ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്റെ ഈ ചോദ്യം ഉത്തരമില്ലാത്ത ചോദ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ഉത്തരം നൽകിയാലും വീണ്ടും വീണ്ടും കുഴപ്പിക്കുന്ന ചോദ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അതിന് ഷജീർ ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. ആ ഉദാഹരണം കൂടെ കേട്ടിട്ട് നമുക്ക് വരാം. ഷജീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന് ഉത്തരമില്ലാത്ത ചോദ്യമാണെന്ന് പറഞ്ഞു, ഉത്തരം പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. ഉത്തരം പറഞ്ഞത് ഷജീർ എന്നെ കേൾപ്പിക്കും, വെയിറ്റ് ചെയ്യും. അഥവാ നമ്മളിപ്പോൾ തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കുന്ന പോലെ, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കുന്ന പോലെയുള്ള ഉത്തരം കിട്ടാത്ത, അല്ലെങ്കിൽ ഉത്തരം ലഭിച്ചാലും വീണ്ടും കുഴപ്പിക്കുന്ന ചോദ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം 5 മണിക്കൂറോളം അദ്ദേഹം വീഡിയോ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണ്. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, 5 മണിക്കൂറോളം വീഡിയോ ചെയ്തു, 5 മണിക്കൂറോളം വീഡിയോ ചെയ്തു എന്നുള്ളതാണ്. അതിനുള്ള മറുപടി ഞാൻ വഴിയെ പറയാം. അതെന്തുകൊണ്ടാണെന്ന് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. കാരണം ഞാൻ ഷജീറിനാണ് മറുപടി പറയുന്നത്, ഷജീറിന്റെ ചോദ്യങ്ങൾക്കാണ് മറുപടി പറയുന്നത് എന്നതുകൊണ്ട് ഇച്ചിരി സമയമെടുക്കും. ഷജീർ മനസ്സിലാക്കാം. രണ്ടാമത്തത്, ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചും പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള മഹാശക്തിയെക്കുറിച്ചുള്ള കൂലങ്കശമായിട്ടുള്ള ചർച്ചയും ചോദ്യ ഉത്തരവാണ്. സമയമെടുക്കും ഷജീർ. നമുക്ക് അതിന് സമയം ചെലവഴിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് അറിയുന്നതിനും അതിന്റെ അസ്തിത്വം തേടി പോകുമ്പോൾ അതിന് നമ്മൾ സമയം കണക്ക് പറയുന്നതൊക്കെ മോശമാണ് എന്നാണ് ഷജീറിനോട് പറയാനുള്ളത്. സമയത്തിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഷജീർ ഞാൻ ഉത്തരം പറഞ്ഞില്ല എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് ഷജീർ ഇനി തെളിയിക്കും. ഒരു മിനിറ്റ്, അതിന് മുമ്പ് ഷജീർ പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ വിട്ടുപോയോ എന്ന് എനിക്കൊരു സംശയം. അതുകൂടി ഒന്ന് ഇനി, അല്ലെങ്കിൽ അവിടെ ഞാൻ ഉത്തരം പറയാതെ പോയി എന്ന് പറയും. അദ്ദേഹം പറയുന്നത് എന്റെ ഈ അതിന് മറുപടി പറയാൻ സാധ്യതയുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെ ഷജീർ കാര്യങ്ങൾ ഓർമ്മയുണ്ട്, നമ്മുടെ പഴയ അനുഭവങ്ങൾക്ക് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാം. അദ്ദേഹം പറയുന്നത് അഥവാ നമ്മളിപ്പോൾ തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കുന്ന പോലെ, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കുന്ന പോലെയുള്ള ഉത്തരം കിട്ടാത്ത, അല്ലെങ്കിൽ ഉത്തരം ലഭിച്ചാലും വീണ്ടും കുഴപ്പിക്കുന്ന ചോദ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം 5 മണിക്കൂറോളം അദ്ദേഹം വീഡിയോ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണ്. ഓക്കെ. അപ്പൊ സമയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെയുള്ളത്, ഷജീർ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ പെശകുണ്ട്. തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത് ഉത്തരം കിട്ടാത്ത ചോദ്യമല്ല, ഉത്തരമില്ലാത്ത ചോദ്യമല്ല, ഉത്തരം കിട്ടാത്ത ചോദ്യമല്ല. ഷജീറിന് ഉത്തരം അറിയില്ലായിരിക്കും, അതൊരു മഹാചോദ്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്നും സാമാന്യമായിട്ട് ശാസ്ത്രം പഠിച്ച ആളുകൾക്ക്, സയൻസ് പഠിച്ച ആളുകൾക്ക്, സയൻസ് പഠിക്കേണ്ട നമ്മൾ സാധാരണ ആൾക്കാർക്കൊക്കെ അറിയാം. ഷജീറിന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാത്തതെന്ന് അറിയില്ല. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഷജീർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു UP സ്കൂളിലെ സയൻസ് പഠിപ്പിക്കുന്ന നല്ല കടുത്ത വിശ്വാസിയല്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി അതിനോട് ചേർത്ത് പറയാണ്. ഇനി ഞാൻ മറുപടി പറഞ്ഞില്ല എന്നുള്ളതല്ലേ, മറുപടി പറഞ്ഞു. എങ്ങനെയാണെന്ന് ഷജീർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ ചോദ്യം യാതൊരു പ്രസക്തിയുമില്ലാത്ത ചോദ്യമാണ്, യാതൊരു വാലിഡ് അല്ലാത്ത ചോദ്യമാണ് എന്നാണ് പറയുന്നത്. ഷജീർ പറയുന്നു അതിനെ നിരാകരിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് ഷജീറിന്റെ ചോദ്യം. നമ്മൾ എങ്ങനെയാണ് ഒരു സംഭവം, വാലിഡ് അല്ലാത്ത ഒരു സാധനത്തെ നമ്മൾ പരിഗണിക്കുക ചെയ്യണ്ടല്ലോ. നിങ്ങളൊരു അവകാശവാദം വരും. അപ്പൊ ഷജീർ നാളെ എഴുന്നേറ്റ് എന്നിട്ട് പറയാണ് ഞാനാണ് മഹദി ഇമാം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വിശ്വസിക്കണോ? അത് പരിഗണിക്കൂല. അപ്പം പിന്നെ വേറെ ആൾ വന്നിട്ട് ഷജീറാണ് മഹദി ഇമാം എന്ന് വിശ്വസിക്കുന്ന മുല്ലേർ വന്നിട്ട് എന്നോട് പറയാണ് ഷജീർ മഹദി ഇമാം അല്ല എന്ന് നിങ്ങൾ എന്ത് ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വാദിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയുക ഷജീർ? ഇതാണ് ഞാൻ പറഞ്ഞ മറുപടി. ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ അയാൾ അതിന് മാന്യമായ, ന്യായമായ, യുക്തമായ തെളിവുകൾ വെക്കണം. അല്ലാത്ത കാര്യങ്ങൾ തെളിവുകൾ പരിശോധിച്ച് നമുക്ക് തെളിവില്ലാത്ത കാര്യം വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല ഷജീറെ, അത് പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. ഷജീറിന്റെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഷജീർ ഇപ്പൊ കേൾപ്പിച്ചത്. ഇനി ഏതുപോലെ ഷജീർ ഒരു ഉദാഹരണം പറയേണ്ടത്, അത് കേട്ടോളി. ഇദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് നമ്മളോട് പറയുകയാണ് ഞാനാണ് മഹദി ഇമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശാസ്ത്രീയമായിട്ടും യുക്തിപരമായിട്ടും നിരാകരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അമുസ്ലിങ്ങളായ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് മഹദി ഇമാം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. മഹദി ഇമാം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു ലോക നേതാവാണ്.
ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ പ്രശ്നത്തിലും അരക്ഷിതാവസ്ഥയിലും കഴിയുമ്പോൾ പെട്ടെന്ന് ഉയർത്തു വരുന്ന അല്ലെങ്കിൽ രംഗപ്രവേശം ചെയ്യുന്ന ഒരു ഇമാമിനെ കുറിച്ച് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് എന്നും ആ ഇമാം മഹ്ദി വരും എന്നും വരുന്നു ഇതാ വന്നു ഇതാണ് മഹ്ദി ഇമാം എന്ന തരത്തിലൊക്കെ പലരും പല വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫലസ്തീൻ ഇഷ്യൂലൊക്കെ മുൻനിർത്തിയിട്ട് ഇഷ്ടം പോലെ ഇറാഖ് യുദ്ധത്തിന്റെ സമയത്ത് അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അഫ്ഗാൻ ജനതയുടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ മഹ്ദി ഇമാം വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മഹ്ദി ഇമാമിനെ കുറിച്ച് ഒരാൾ വന്നിട്ട് ഞാനാണ് മഹ്ദി ഇമാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ്. അപ്പൊ അത് അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക്, മഹ്ദി ഇമാമിനെ കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഷജീർ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാലും നല്ലോണം പിടിച്ചിരുന്നോളൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇപ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ് ഞാനാണ് അങ്കമാലിയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവൻ അവിടെ കിടന്ന് പറയട്ടെ എന്ന് നമുക്ക് എന്നേ നമ്മൾ വിചാരിക്കുകയുള്ളൂ. കാരണം അതിനെ നിരാകരിക്കാൻ പോയി കഴിഞ്ഞാൽ ആ നിരാകരിക്കലും ഒരു വിഡ്ഢിത്തമാണ്. അതിനെ അംഗീകരിക്കാൻ പോയാലോ അതും ഒരു വിഡ്ഢിത്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങൾ, അത്തരത്തിൽ യാതൊരു വാലിഡ് അല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരവിടെ കിടന്ന് പറയട്ടെ എന്നേ നമുക്ക് തീരുമാനിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ലിയാഖത്ത് ലിയ പറഞ്ഞത് വളരെ കൃത്യമാണ്. അപ്പൊ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ്. അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഞാനാണ് അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നോ അല്ലെങ്കിൽ ഞാൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണെന്നോ ഒരാൾ വന്ന് പറഞ്ഞു. അത് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരതിന് തെളിവായിട്ട് എന്തെങ്കിലും കയ്യിൽ വെച്ച് നടക്കുന്നുണ്ടാവും. നമ്മളത് പരിഗണിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയാണ് ഞാൻ ഇസ്ലാമിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളൂ. ഷജീറിന്റെ ചോദ്യം വളരെ ശക്തമായി, വളരെ ചെറിയ സമയം കൊണ്ട്, 1 മിനിറ്റ് 2 മിനിറ്റ് താഴെ സമയം കൊണ്ട് തന്നെ ഈ 2 മറുപടി ഭാഗങ്ങൾ ഷജീർ തന്നെ എടുത്തു വെച്ചതിൽ നിന്ന് ഷജീറിന്റെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും ഷജീറിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ എന്നെ പഴിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുന്നത് ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ഇത്തരത്തിൽ അവഗണിച്ച് നമുക്ക് കളയാൻ സാധിക്കില്ലല്ലോ. ഇവിടെ പ്രവാചകൻ വന്നുകൊണ്ട് നമ്മളോട് പറയുന്നത് എന്റെയും ലിയാഖത്ത് അലിയുടെയും അല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും എല്ലാത്തിന്റെയും ഒരു സൃഷ്ടാവിനെ പറ്റിയാണ്. അഥവാ ഞാനും ലിയാഖത്ത് അലിയും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് പ്രവാചകൻ നമുക്കൊരു അറിവ് പറയുന്നത്. അപ്പോൾ ആ അറിവിനെ നമുക്ക് നിരാകരിക്കണമെങ്കിൽ കൃത്യമായ ഒരു കാരണം നമ്മുടെ കയ്യിൽ വേണം. എന്താണ് ഷജീർ ഇത് പറയുന്നത്? അങ്കമാലി എന്താ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? പ്രധാനമന്ത്രി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയല്ലേ? നമ്മൾ ജീവിക്കുന്ന പ്രദേശം, നമ്മൾ ജീവിക്കുന്ന നാട്, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നേരത്തെ വന്നിട്ട് ഒരാൾ പറഞ്ഞത് അങ്കമാലിയുടെ പ്രധാനമന്ത്രിയാണ് ഞാനെന്ന്. അത് ഞാനും ഷജീറും ഒക്കെ ജീവിക്കുന്ന പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്, നമ്മൾ പരിഗണിക്കണം. അതിനെ നിരാകരിക്കണമെങ്കിൽ നമുക്ക് തെളിവ് വേണോ? വേണ്ട. പറയുന്ന ആളോട് തെളിവ് ചോദിക്കാം. തെളിവ് പോലും ചോദിക്കേണ്ട കാര്യമില്ല ചിലപ്പോ. എന്ത് അങ്കമാലിയുടെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ തന്നെ വിട്ടേക്കണം. പിന്നെ അതിന്റെ മുകളിൽ വെറുതെ എന്തിനാണ് കിടന്ന് കൂടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തൊക്കെയായാലും ഷജീറിന് ഉത്തരം ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഷജീർ അവിടെ സമർത്ഥിക്കണം. ഞാൻ ഉത്തരം പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഇനി നിങ്ങൾ കണ്ടോര് തീരുമാനിക്കാം. ഇനി അടുത്തത്, അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീർച്ചയായിട്ടും അന്വേഷിക്കുക തന്നെ വേണം. ആ വിഷയത്തെ തള്ളിക്കളയാനുള്ള എന്ത് ശാസ്ത്രീയമായ, എന്ത് യുക്തിപരമായ കാരണമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് അന്വേഷിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും ഷജീറിന് ഒരാൾ വന്നിട്ട് പറയാണ് അങ്കമാലിയുടെ പ്രധാനമന്ത്രിയാണ് ഞാൻ. ഇനിയിപ്പോ ഞാൻ എന്ന് പറഞ്ഞാൽ ആണ് പ്രശ്നമുള്ളൂ എങ്കിൽ സ്വന്തമല്ലല്ലോ, വേറൊരാളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ എന്റെ മാമനാണ് അങ്കമാലിയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് നോക്കണം. അത് നിരാകരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടണോ? വേണമെന്നാണ് ഷജീറിന്റെ പക്ഷം. ഷജീറിന് അത് പരിശോധിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ഷജീർ പരിശോധിച്ചിട്ട് ആ വന്ന ആളുടെ അമ്മാവനാണ് അങ്കമാലിയുടെ പ്രധാനമന്ത്രി എന്ന് ബോധ്യപ്പെട്ടാൽ ഷജീർ തെളിവുകൾ വെച്ചോളൂ. നമുക്കത് പരിഗണിക്കണമെങ്കിൽ പരിഗണിക്കാം. പരിഗണിക്കേണ്ടതാണ്, മറുപടി പറയേണ്ടതാണെങ്കിൽ നമുക്ക് പരിഗണിക്കാം. ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ എന്റെ ഈ ചോദ്യത്തെ നിരാകരിക്കണമെങ്കിൽ 2 രീതിയിൽ നിരാകരിക്കാം. എന്റെ ചോദ്യം എന്ന് പറയുന്നത് വെറും 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വെറും 2-3 മിനിറ്റ് കൊണ്ട് മാത്രം നിരാകരിക്കാൻ സാധിക്കുമെങ്കിൽ നിരാകരിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമായിരുന്നു അത്. അഥവാ ഞാൻ ചോദിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഈ ഒരു അറിവുണ്ടല്ലോ, ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ ഒരു അറിവ് നമുക്ക് നിരാകരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ, അഥവാ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇപ്പൊ കണ്ടെത്തുകയാണ് ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ജീവജാലങ്ങളും മനുഷ്യരും എന്നൊക്കെ പറയുന്നത് അതൊക്കെ തനിയെ ഉണ്ടായതാണ് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയായിരുന്നു എങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു അറിവിനെ നമുക്ക് നിരാകരിക്കാമായിരുന്നു. 2 കാര്യങ്ങളാണ് ഷജീർ പറയുന്നത്. ഷജീറിന്റെ വാദത്തെ ശാസ്ത്രീയമായി നിരാകരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഷജീർ പറയുന്നത്. അത് നമുക്ക് പരിശോധിക്കാം, അതിൽ തെറ്റില്ല. ഒന്നാമത്തെ കാര്യം, അത് പരിഗണിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഒരാൾ വന്നിട്ട് പറയുന്നു ഈ പ്രപഞ്ചങ്ങൾക്ക് പിന്നിലുള്ള സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിന്റെ പേര് ഇന്നതാണ്, അയാൾ മാത്രമാണ് എല്ലാ സൃഷ്ടാക്കളെക്കാളും മികച്ച സൃഷ്ടാവ് അയാളാണ്, അതുകൊണ്ട് അയാൾ മാത്രമേ ഉള്ളൂ, അയാളെ മാത്രം ആരാധിച്ചാൽ മതി. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഞാൻ അയാളുടെ പ്രവാചകനാണ്, അയാൾ എന്നെ പറഞ്ഞയച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ അയാളെ മാത്രം ആരാധിക്കണം, അയാളല്ലാതെ ആരാധിച്ച നിങ്ങളെ നരകത്തിലിട്ട് പോയിരിക്കും, കമ്പിൽ കോർത്ത് ചൂടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വരും. അപ്പൊ നമുക്കത് പരിഗണിക്കേണ്ട കാര്യമില്ല, കാരണം വന്ന ആൾ തെളിവൊന്നും തന്നിട്ടില്ല. ഓക്കെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ ദൂതനാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന മുഹമ്മദിനോട് ആ പ്രപഞ്ച സൃഷ്ടാവായിട്ട് മുഹമ്മദ് അവതരിപ്പിച്ച അള്ളാഹുവിനെ കുറിച്ച് മുഹമ്മദ് അത് പറയാൻ അധികാരപ്പെടുത്തിയ പ്രവാചകനാണ് എന്നതിനെക്കുറിച്ച് മുഹമ്മദിനോട് തെളിവ് ചോദിക്കുകയും തെളിവ് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ മുഹമ്മദിനെ അവർ നിരാകരിക്കുകയുമാണ് ചെയ്തത്. മുഹമ്മദ് ഒരിക്കൽ പോലും മക്കയിലുള്ള മനുഷ്യരുടെ മുമ്പിൽ തന്റെ പ്രവാചകത്വം സ്ഥിരപ്പെടുത്താനോ തെളിയിക്കാനോ
കഴിഞ്ഞിട്ടില്ല. അമ്പയെ പരാജയപ്പെട്ട 13 കൊല്ലമാണ് മുഹമ്മദ് മക്കയിൽ ചെലവഴിച്ചത് എന്ന് ഷജീർ അടിസ്ഥാനപരമായി മനസ്സിലാക്കാം. 2 കാര്യങ്ങൾ അവിടെ പ്രസക്തമാണ്. ഒന്ന്, ദൈവവിശ്വാസം ഇല്ലാത്തവരല്ല മുഹമ്മദിനെ നിരാകരിച്ചത്. 2, മുഹമ്മദിന് തന്റെ പ്രവാചകത്വം അവിടെ തെളിയിക്കാൻ കഴിയാതെയാണ് മുഹമ്മദ് അവിടെ നിന്ന് പലായനം ചെയ്തു പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഷജീർ 2 മിനിറ്റ് കൊണ്ട് 1.5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഇത് വേണമെങ്കിൽ നിരാകരിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. നിരാകരിക്കാം. ഷജീർ പറയുന്നത് വെച്ചുകൊണ്ട് തന്നെ നിരാകരിക്കാം. ഷജീർ പറയുന്നത് അനുസരിച്ച് മുഹമ്മദിനെ പറഞ്ഞ പ്രാപഞ്ചിക പ്രതിഭാസവുമായി ബന്ധപ്പെട്ട സൃഷ്ടാവിന്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുള്ള രഹസ്യങ്ങളുടെ അവസാനം ചുരുളും അഴിഞ്ഞ് അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ നമുക്ക് വേണമെങ്കിൽ മുഹമ്മദ് പറഞ്ഞ ദൈവത്തെ നിരാകരിക്കാം. അതുവരെ നമുക്ക് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതൊരു വികലവാദമാണ്. ഇനി ശാസ്ത്രീയമായിട്ട് ഇതുവരെയുള്ള നിഗമനങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം അതിന് പിന്നിലിരുന്ന ഒരാൾ തച്ചിനിരുന്ന് പണിതതാണ് എന്ന തരത്തിലേക്കുള്ള ഒരു സൂചനകൾ കിട്ടിയിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇത് എവല്യൂഷനിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്ന് തന്നെയാണ്. ജീവജാലങ്ങൾ എവല്യൂഷനിലൂടെയും പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള മറ്റു സാങ്കേതിക വിശദീകരണങ്ങളും ശാസ്ത്രം നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പെരുന്തച്ചൻ ഇരുന്ന് പണിതതാണ് ഈ പ്രപഞ്ചം അണ്ടകടാഹം എന്ന് ശാസ്ത്രീയമായിട്ട് ഒരു സൂചനയും ഇല്ലാത്തതാണ് ഇതുവരെയുള്ള നിഗമനം. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടും അത് നിരാകരിക്കുക, അതുവരെ മുഹമ്മദ് നബി പറഞ്ഞത് വിശ്വസിക്കുക, അതുവരെ മുഹമ്മദ് നബി പറഞ്ഞതിനൊന്ന് തെളിവ് ചോദിക്കാതിരിക്കുക എന്നതാണ് ഷജീറിന്റെ യുക്തിയെങ്കിൽ നമ്മൾ ആ യുക്തിയെ കുറ്റം പറയുന്നില്ല. ഷജീറിന്റെ അവകാശങ്ങളെ നമ്മൾ നിഷേധിക്കുന്നില്ല. കാരണം പ്രവാചകൻ പഠിപ്പിക്കുന്ന സൃഷ്ടാവിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ തനിയെ ഉണ്ടായതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എങ്കിൽ ആ തെളിവ് നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്റെ ആ വാദം അവിടെ ഇല്ലാതായി മാറുകയല്ലേ. ഓക്കെ, അപ്പൊ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആനിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ളത് എന്ന തരത്തിൽ മുഹമ്മദ് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏതെങ്കിലും വിവരങ്ങൾ ശാസ്ത്രീയമായിട്ട് തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ മുഹമ്മദ് നബി പറഞ്ഞതൊക്കെ തീരും എന്നാണ് ഷജീറിന്റെ വാദം. ഞാൻ പറഞ്ഞല്ല, ഷജീർ ഇപ്പൊ പറഞ്ഞത്. ഞാൻ അതിലേക്ക് പരത്തിയൊന്നും പറയുന്നില്ല. ഒരൊറ്റ ഖുർആൻ വചനം മാത്രം ഷജീറിന്റെ മുൻപിൽ വെക്കുകയാണ്. ഒരൊറ്റ ഖുർആൻ വചനം. കൂടുതലുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഒരൊറ്റ ഖുർആൻ വചനം മാത്രം ഞാനിപ്പോ ഷജീറിന്റെ മുന്നിലേക്ക് തരാം. ആ ഖുർആൻ വചനത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാം സംവിധാനിക്കുകയും ചെയ്ത് അത് ഞാനാണ് ചെയ്തത് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തെളിവൊന്നും കൊടുക്കാതെ ഒരാളെ പറഞ്ഞയക്കുകയും ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ആ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട അള്ളാഹു ജിബ്രീൽ വഴി മുഹമ്മദ് നബിക്ക് അയച്ചു കൊടുത്ത ഖുർആനിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. 31-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വചനമാണ്. ഇതിൽ പറയുന്നത് ഈ മഹാപ്രപഞ്ചം ഇതിന്റെ എല്ലാ ശക്തി നിയന്ത്രണം ഒക്കെ കയ്യിലുള്ള അള്ളാഹ് പറയാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് അള്ളാഹുവിന്റെ കഴിവിന് തെളിവായിട്ട് അള്ളാഹ് മനുഷ്യരോട് അവരോട് കണ്ണു തുറന്നു നോക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രാപഞ്ചിക പ്രതിഭാസം. എന്താണത്? നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു. എങ്ങനെ? തൂണുകളില്ലാതെ അള്ളാഹു ആകാശത്തെ ഉയർത്തി നിർത്തിയത് നിങ്ങൾ കാണുന്നില്ലേ മനുഷ്യരെ? എന്നിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് ചോദ്യം. അടുത്തെന്താ? ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിലവൻ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ഇതിന്റെ സൃഷ്ടികർത്താവും നിയന്താവുമായിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് വന്നതായിട്ടുള്ള അറിവ്. ഈ അറിവ് ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചാൽ ആകാശം എന്ന് പറയുന്നത് വെറും മായയാണെന്നും അത് മനുഷ്യരെ എങ്ങനെയാണ് ഇപ്പൊ ഖുർആൻ വചനം എന്ന് പറയാം. നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, നിങ്ങൾ അവിടെ ഒരു തൂണുകളില്ലാതെ ഉയർത്തി നിർത്തിയ ഒരു വിധാനം കാണുന്നില്ലേ? എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയൊന്നും അവിടെ ഒന്നില്ല. നിങ്ങൾക്കത് വെറും നിങ്ങളുടെ കണ്ണിന്റെ തോന്നൽ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് വെറുതെ ഒരു ഇല്യൂഷനാണ് എന്നാണ് ഈ ഖുർആൻ വചനത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഷജീർ പറഞ്ഞ കാര്യം നമുക്ക് പരിഗണിക്കാമായിരുന്നു. അതിന് പകരം അള്ളാഹ് പറയുന്നത് തൂണുകളൊന്നും കൂടാതെ ആകാശത്തെ, അതും നമ്മൾക്ക് കാണാൻ പറ്റാത്ത തൂണ് അതിനുണ്ട് എന്നൊരു വ്യംഗ്യാർത്ഥം കൂടി ഖുർആൻ വചനത്തിലുണ്ട്. നിങ്ങളുടെ കണ്ണിന് കാണാൻ കഴിയാത്ത തരം തൂണുകളിൽ, അല്ലെങ്കിൽ കണ്ണിന് കാണാൻ കഴിയുന്ന തൂണുകളൊന്നും ഇല്ലാതെ ആകാശം ഉയർത്തി നിർത്തിയത് നിങ്ങൾ വിധാനിച്ചത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താ ഷജീർ അർത്ഥം? രണ്ടർത്ഥമുള്ളൂ. ഒന്ന്, അള്ളാഹ് തൂണുകളില്ലാതെ ആകാശം ഉയർത്തി നിർത്തിയിട്ടുണ്ട്, അവിടെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് തൂണുണ്ട്, പക്ഷെ നമുക്ക് കാണുന്ന തൂണുകളല്ല. ആകാശം എന്ന ഒരു മനുഷ്യന്റെ കാഴ്ചയെ, ആ ഒരു ഇല്യൂഷനെ ഭാവനാത്മകമായിട്ട് അതിന്റെ അതിന്റെ സൃഷ്ടികർത്താവ്, അതിന്റെ സൃഷ്ടി വൈഭവവും ചാതുര്യവും അള്ളാഹു അങ്ങോട്ട് സ്വയം ഏറ്റെടുക്കുകയാണ് ഖുർആനിലൂടെ. മാത്രമല്ല, ഭൂമി ഇങ്ങനെ ഇളകാതിരിക്കണ എന്തുകൊണ്ടാ? ഭൂമി വെള്ളത്തിലാണ്, വെള്ളത്തിൽ വിധാനിച്ചു വെച്ചിരിക്കുകയാണ്. ആ വിധാനിച്ചു വെച്ചിരിക്കുന്നത് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണിയാക്കി ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, വിരിച്ചിട്ടിട്ടുണ്ട്, പരത്തിയിട്ടുണ്ട്, പല പരിപാടിയും ചെയ്തിട്ടുണ്ട് ഖുർആൻ.
അപ്പൊ ഈ രണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ പോട്ടെ, ആകാശം മാത്രം പരിഗണിച്ചിട്ട് ഷജീർ എങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചത്, ഈ ഖുർആൻ വചനത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇനി ആകാശത്തിന് സ്വർഗം എന്ന അർത്ഥം കൊടുക്കുന്ന പുതിയ പരിപാടി വന്നിട്ടുണ്ട്, അതുമായിട്ട് ഷജീർ വാ, അപ്പൊ അതിനുള്ള മറുപടി പറയാം. അപ്പൊ ഇത്രയും ഭാഗം ഓക്കെ അല്ലേ ഷജീറെ? ഇനി ഇതിന്റെയൊക്കെ പിറകിലുള്ള സൃഷ്ടാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനപ്പുറമുള്ള റബ്ബുൽ ആലമീനാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിനെ തള്ളിക്കളയാനും ഒരു ശാസ്ത്രീയമായോ യുക്തിപരമായോ നമ്മുടെ കയ്യിൽ യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ലിയാഖത്ത് ഇങ്ങനെ പറയുന്നത്. ദൈവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വാശിയോ, ദൈവം ഇല്ലേ ഇല്ല ഉറപ്പായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ എവിടെയെങ്കിലും കണ്ട വെടിവെച്ച് വരണം വിചാരിക്കുന്ന ആളൊന്നുമല്ല. മനസ്സിലായി? ദൈവം ഉണ്ടാവാനേ പാടില്ല, ദൈവം ഉണ്ടായിക്കൂടാ എന്ന് വിചാരിക്കുന്ന ആളല്ല അദ്ദേഹം. പറയുന്നത് എനിക്കൊരു ദൈവത്തെ തള്ളിക്കളയേണ്ട കാര്യമില്ല എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന സൃഷ്ടാവുമായി ബന്ധപ്പെട്ട അസ്തിത്വത്തിൽ അദ്ദേഹത്തിന് അത് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം ഈ സൃഷ്ടാവിന്റെ പ്രവാചകനാണോ മുഹമ്മദ് നബി എന്നതിലാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. എന്റെ പ്രശ്നങ്ങൾ പറയുന്നതിന് മുൻപ് ഷജീർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താം. എന്ത്? ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് അതിനെ ശാസ്ത്രീയമായിട്ട് നിരാകരിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് പോലും ഞാൻ ദൈവത്തെ കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന ആളല്ല എന്ന് പറഞ്ഞത്. ശാസ്ത്രീയമായും യുക്തിഭദ്രമായും ദൈവത്തെ ഷജീർ പറഞ്ഞ ദൈവത്തിന്റെ അസ്തിത്വത്തെ നിരാകരിച്ച് കഴിഞ്ഞു ഒറ്റ ഖുർആൻ വചനം കൊണ്ട്. ഇനി ഷജീർ പറയുന്ന വാദം അനുസരിച്ച് ദൈവത്തോട് എനിക്ക് കലിപ്പില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യത്തിനോട് യുദ്ധം വെട്ടുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാത്രം രീതിയാണ്, എന്റെ രീതിയല്ല. എന്നെ സംബന്ധിച്ച് ഷജീർ പറയുന്നത് പോലെയോ ഇസ്ലാം പറയുന്നത് പോലെയോ ഇവിടുത്തെ മറ്റേതെങ്കിലും മതങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു പ്രപഞ്ചത്തിന് പുറത്തിരുന്ന് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന, ഞാൻ കക്കൂസിൽ പോകുമ്പോൾ ഏത് കാല് വെക്കുന്നു, കിടന്നുറങ്ങുമ്പോൾ ഏത് കയ്യിലാണ് എന്റെ കവിൾത്തടം വെക്കുന്നത്, ഇതൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന, ഞാൻ എൻ്റെ പങ്കാളിയുമായിട്ട് എൻ്റെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ദിക്ർ ചൊല്ലി, എവിടം കൊണ്ട് തുടങ്ങി, എന്തൊക്കെ ചെയ്തു എന്ന് അന്വേഷിക്കാൻ ആളെ ഏർപ്പാടാക്കുന്ന, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സല്ലപിക്കുന്നതിനിടയിൽ ഭാര്യ എന്താണ് മറുപടി പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടത്തിനൊക്കെ ഇംഗിതങ്ങൾക്കൊക്കെ വഴങ്ങുന്നുണ്ടോ എന്ന് നോക്കാനും അത് റെക്കോർഡ് ചെയ്യാനും, അതിന് വഴങ്ങുന്നില്ല, എന്നോട് അനുസരിക്കാത്ത ഒരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ എന്നോട് ഞാൻ ഒരാവശ്യം പറയുമ്പോൾ അതിന് വിസമ്മതം അറിയിച്ചാൽ അതൊന്ന് പ്രാഗിക്കോളാൻ പറഞ്ഞിട്ട് ആളെ ഏർപ്പാടാക്കുന്ന ഒരു പടച്ചവൻ പൊന്നാര ഷജീർ. അങ്ങനെ ഒരു പടച്ചവനെ കുറിച്ച് എനിക്ക് ആദിയില്ല, ആശങ്കയില്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പടച്ചവൻ ഉള്ളതായിട്ട് എനിക്ക് ബോധ്യമില്ല. ഇനി പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഈ പ്രപഞ്ചം തന്നെ ഒരു ശക്തിയാണെന്നൊക്കെ പറഞ്ഞാൽ അതിനെ നിരാകരിക്കേണ്ട കാര്യമില്ല ഷജീർ. അങ്ങനെ ഒരു വാദമല്ല ഇസ്ലാമിൻ്റെത്. ഇസ്ലാമിനെ നമ്മൾ പ്രത്യേകം, ദൈവവിശ്വാസത്തെ പ്രത്യേകം, ഇത് രണ്ടായിട്ട് തന്നെ പരിഗണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒക്കെ പിന്നിലൊരു ശക്തിയുണ്ട്, ദൈവമുണ്ട് എന്ന് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുമ്പോൾ അങ്ങനെ ഒരു സൃഷ്ടാവില്ല, അങ്ങനെ ഒരു സൃഷ്ടാവില്ല ഇല്ല എന്ന് വാദിച്ച് നടക്കേണ്ട കാര്യമില്ല. ഇല്ല എന്ന് നമുക്ക് ബോധ്യമായി പിന്നെ എന്തിനാ വാദിച്ച് നടക്കുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, അത് മറ്റു മനുഷ്യരെ ബാധിക്കാത്ത തരത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലൊക്കെ ഒരു ശക്തി ഉണ്ടാവാം എന്നൊരാൾ വിശ്വസിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കലഹിക്കുന്നത്? എന്തിനാണ്? അത്തരം കലഹമില്ല. ഇനി അങ്ങനെ ഒരു ദൈവമുണ്ട് എങ്കിൽ, ദൈവം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആ ദൈവത്തിനോട് നമുക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട്, ദൈവത്തിന് പറഞ്ഞു കൊടുക്കാൻ ചില ഉപദേശങ്ങളുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ദൈവത്തിനോട് നമുക്ക് ശത്രുതയും ഒന്നുമില്ല, ആ സങ്കല്പത്തോടും ഇല്ല, ദൈവവിശ്വാസികളോടും ഇല്ല. അതാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ദൈവത്തോട് കലഹമില്ല, ദൈവവിശ്വാസികളോടും കലഹമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. എന്തായാലും ഷജീർ അവിടെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ബാക്കി എന്താ വരുന്നത് നമുക്ക് കേൾക്കാം. അഥവാ മുഹമ്മദ് നബിയുടെ ജീവിതം എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 5 മണിക്കൂറുള്ള ആ ഒരു അവതരണത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. മുഹമ്മദ് നബി ചെയ്ത യുദ്ധങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു പ്രവാചകന് ചേർന്നതാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന മഹാസൃഷ്ടാവിന്റെ ഒരു ദൈവദൂതൻ, ആ ദൈവദൂതന്റെ ക്വാളിറ്റീസ് ഒക്കെ ഈ പറയുന്ന മുഹമ്മദ് നബിയിൽ ഉണ്ടോ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന മുഹമ്മദ് നബി പഠിപ്പിച്ചു തരുന്ന ആ ഒരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിന്റെ സ്വഭാവങ്ങൾ, ഗുണവിശേഷങ്ങളൊക്കെ ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് ചേർന്ന ഗുണവിശേഷങ്ങളാണോ? ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ഷജീർ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇത്തരം ചില കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് യുക്തിഭദ്രമായും ശാസ്ത്രീയമായും ആണ് ഞാൻ ഇസ്ലാമിനെ നിരാകരിക്കുന്നത്. ഇതാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അതന്നെയാണ് എന്റെ പ്രശ്നം. മുഹമ്മദ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ, ഒരു ദൈവം എന്ന് മനുഷ്യർ വിശ്വസിക്കുന്ന, സങ്കല്പിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ പൊതുവിലുള്ള ധാരണക്കും സങ്കല്പത്തിനും പോലും യോജിക്കാത്ത, അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുള്ള വാദമോ അങ്ങനെ ഒരു വിശ്വാസമോ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇനി അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിനും ധാരണക്കും അതിനോടെങ്കിലും പൊരുത്തപ്പെടുന്നതാണോ മുഹമ്മദ് മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പവും മുഹമ്മദിന്റെ ചെയ്തികളും മുഹമ്മദിന്റെ പ്രവൃത്തിയും നിയമവും മുഹമ്മദ് ഉണ്ടാക്കിയിട്ടുള്ള മതവും അതിലെ നിയമങ്ങളും ഒക്കെ ദൈവികമായ അംശം കലർന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കും. മുഹമ്മദ് അവകാശപ്പെടുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി നിർണയിച്ച അല്ലെങ്കിൽ നിയോഗിച്ച ഒരു ദൂതനാണ് മുഹമ്മദ് എന്നതിന് വല്ല തെളിവുണ്ടോ? അതൊക്കെ എന്റെ പ്രശ്നമാണ്. അതാണ് പരിശോധിക്കാൻ ഷജീറിന്റെ കൂടെ ഞാൻ കൂടാം എന്ന് പറഞ്ഞത്. പക്ഷെ ഷജീർ ഇത്ര നേരം അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്.
പിന്നീട് ഈ പ്രവാചകൻ പറയുകയാണ്, ഞാൻ ആ സൃഷ്ടാവിന്റെ ദൂതനാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ റിസാലത്ത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആ സൃഷ്ടാവിന്റെ ഗുണവിശേഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പലതും പറഞ്ഞു തരുമ്പോൾ ആ ഗുണവിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ മഹാപ്രപഞ്ചത്തെ, ഈ മഹാ ഗാലക്സികളെ, ഈ മഹാസംവിധാനങ്ങളെ എല്ലാം ഒരുക്കി ആ മഹാശക്തിക്ക് ചേർന്ന ഗുണവിശേഷങ്ങളാണോ ഈ പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്നതും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ 2-3 കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ കലഹം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. പിന്നെ അവിടെ എവിടെ തുടങ്ങണം? മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു പ്രപഞ്ച സൃഷ്ടാവിന്റെ ദൈവദൂതനാണ് എന്നതിന് തെളിവുണ്ടോ? അവിടെ തുടങ്ങിയാൽ മതി, തെളിവ് തന്നാൽ മതി. അദ്ദേഹത്തിന്റെ ചെയ്തികളും അദ്ദേഹം പരിചയപ്പെടുത്തിയ ദൈവിക നിയമങ്ങളും ദൈവം എന്ന സങ്കല്പത്തിന്റെ അതിനോട് ചേർന്ന് പോകുന്നതാണോ? പരിശോധിച്ചാൽ മതി. ഇതിനുള്ള തെളിവും കൊണ്ട് നിങ്ങൾ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ പക്ഷേ ഇനി ഞാൻ മറുപടി പറഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇനി ഞാൻ എന്റെ കയ്യിൽ എന്താണുള്ളത്? ഈ പറയുന്ന മുഹമ്മദ് നബി മുന്നോട്ട് വെക്കുന്ന ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, നമ്മൾ ആദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇനി ഞാൻ ചെയ്യേണ്ടത് അത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ശാസ്ത്ര യുക്തിപരമായ അറിവാണ് നമ്മൾ ആർജിച്ചിട്ടുള്ളത് എന്നതാണ് ഇനി ഞാൻ തെളിയിക്കേണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അതായിരിക്കും പറയുക. അങ്ങനെ ഞാനത് പറയുന്ന സമയത്ത് ഞാൻ ആ പറഞ്ഞത് വാലിഡ് അല്ലാത്തൊരു പോയിന്റാണ്, ഞാൻ ആ പറഞ്ഞത് തള്ളിക്കളയേണ്ടതാണ് എന്ന് വസ്തുതാപരമായി കൊണ്ട് ലിയാക്കത്തിലേക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ പ്രശ്നം. അപ്പം ഷജീർ പറഞ്ഞത് വാലിഡ് അല്ല എന്ന് ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഷജീർ പറഞ്ഞ ദൈവാസ്തിത്വത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് നിരാകരിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, യുക്തിഭദ്രമായി തെളിയിച്ചിട്ടുണ്ട്. അതിന് ഖുർആൻ വചനം തന്നെ തെളിവ് തന്നിട്ടുണ്ട്. ഇനി അതിന് തെളിവ് കിട്ടിയില്ല എങ്കിൽ ഷജീർ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഷജീർ അതിന് യുക്തിഭദ്രമായി തെളിവ് തരും. അപ്പൊ നമ്മൾ ഖുർആനിൽ നേരത്തെ വായിച്ച 36:10 എന്ത് ചെയ്യാന്നുള്ള ചോദ്യം വരും. നമുക്ക് തൽക്കാലം ഒരായത്തല്ലേ, തൽക്കാലം മാറ്റിവെക്കാം. ബാക്കി തെളിവുകൾ വരുമോ നമുക്ക് നോക്കാം. എന്നാൽ വസ്തുതാപരമായി കൊണ്ട് റിയാക്കത്തിലേക്ക് അതിന് സാധിച്ചില്ല എങ്കിൽ, അഥവാ അദ്ദേഹം ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന എന്റെ 1 മിനിറ്റ് മാത്രമുള്ള ചോദ്യത്തിന് 5 മണിക്കൂറോളമാണ് വീഡിയോ ചെയ്തത്. എന്തിനാണ് അങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അത് ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഷജീറിന് വിഷമാവും. ഇപ്പൊ നമ്മൾ ഏകദേശം എത്ര സമയമായി ലൈവ് പോകുന്നത്? ഇപ്പൊ പറയാം, സമയത്തിന്റെ കണക്കൊന്ന് ഷജീർ 40 മിനിറ്റ് നമ്മളിപ്പോ സംസാരിച്ചു കഴിഞ്ഞു. ഇതിൽ 9 മിനിറ്റും ഷജീറിന്റെ വീഡിയോ ആണ് കേൾപ്പിക്കുന്നത്. ഷജീർ പറയുന്ന 1 മിനിറ്റിന് 3 മിനിറ്റ് എന്ന തോതിൽ മറുപടി പറഞ്ഞാൽ മതി എന്ന് ഷജീറിന് തോന്നുന്നുണ്ടോ? ഷജീർ പറയുന്ന 1 മിനിറ്റിൽ 3 മിനിറ്റോ 4 മിനിറ്റോ അനുപാതത്തിൽ മറുപടി പറഞ്ഞാൽ മതി എന്ന് ഷജീറിന് തോന്നുന്നുണ്ടോ? കാഴ്ചക്കാർക്ക് എന്താ തോന്നുന്നത്? കേൾക്കുന്നവർക്ക്, നിങ്ങളിത് കാണുന്നവർക്ക് എന്താ തോന്നുന്നത്? എന്തുകൊണ്ടാണ് വീഡിയോ ലൈവ് ലെങ്ത് കൂടുന്നത്? രണ്ടാമത്തെ കാര്യം, ഷജീർ പറയുന്ന ഒരു വാക്കും അടർത്തി കളഞ്ഞിട്ടില്ല. ഷജീർ പറയുന്നതിലെ പ്രസക്തമായ ഒരു ഭാഗവും അടർത്തി കളയാതെ ഷജീർ പറയുന്നത് ആത്മാർത്ഥതയോടെയും ഒരു ദൈവാസ്തിത്വം തെളിയിക്കാനുള്ള വ്യഗ്രതയോടും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഷജീറിന്റെ ആത്മാർത്ഥയെ മാനിച്ചുകൊണ്ട് ഷജീർ പറയുന്ന വീഡിയോകളിലെ പ്രസക്തമായ ഭാഗങ്ങൾ അതിന്റെ സത്ത ചോർന്നു പോകാതെ കൃത്യമായിട്ടാണ് ഞാൻ കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന് സമയമെടുക്കും. പിന്നെ ഷജീർ ചോദ്യം ചോദിക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയുമ്പോൾ, അതിന് തെളിവ് തരുമ്പോൾ, അതിനോടുള്ള റിയാക്ഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സമയമെടുക്കും. 10 മിനിറ്റ് ഷജീറിന്റെ വീഡിയോയിൽ അതും കൂടെ ചേർത്ത് 45 മിനിറ്റ് 50 മിനിറ്റ് എന്ന് പറയുന്നത് ഒട്ടും അധികമല്ല. പ്രത്യേകിച്ചും പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഒരു ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് അതത്ര വലിയ കാര്യമാക്കണ്ട, നിങ്ങൾ വലിയ ഇഷ്യൂ ആക്കണ്ട എന്നാണ് ഞങ്ങളോട് പറയാം. സമയം പോലെ സമയത്തിനനുസരിച്ച് 2 3 പീസ് ആക്കിയിട്ട് ഇത് കണ്ടാൽ മതി. ഒരു അർജന്റും ഇല്ല. എനിക്കൊരു പിന്നെ പെട്ടെന്ന് ഇന്ന് തന്നെ വേണം, ഷജീർ എന്റെ മറുപടി തന്നില്ല ചോദിക്കൂല. സമയമെടുത്ത് ആലോചിച്ച് തന്നാൽ മതി. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദമായി പറയുക എന്ന് മാത്രമല്ല, ഷജീറിനെ പോലെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആൾക്കാരായിരിക്കില്ലല്ലോ എല്ലാവരും. ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ചില ആളുകൾക്ക് ഈ വീഡിയോ തന്നെ കാണാതെ തന്നെ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് ശരിക്കും ഒരു തമാശ പോലെ കണ്ടിരിക്കുകയായിരിക്കും ഒരു പക്ഷെ. ഞാൻ പറയുന്നതായാലും ഷജീർ പറയുന്ന ചോദ്യം, അതിന് തെളിവ് പറയാൻ വരുന്ന എന്നെയും ചിലപ്പോൾ കണ്ടാൽ തമാശയോടെ കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളിത് കുറച്ചുകൂടി വിശാലമായി ഒരുപാട് ആളുകൾ, ഷജീറിന്റെ ഈ ചോദ്യങ്ങളിൽ പിന്നെ ചുറ്റിക്കിടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, അവർ കേൾക്കട്ടെ. ഇനി എന്നെ പോലെ തെറ്റിദ്ധരിച്ച് ഇസ്ലാമിലേക്ക് നിന്ന് പുറത്തിയാടിയ ആൾക്കാർക്ക് ഷജീറിന്റെ യഥാർത്ഥ തെളിവുകളുടെ പിൻബലത്തിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അതും ഒരു ഹിദായത്ത്, ഒരു നല്ല പ്രവൃത്തിയായിട്ട് ഷജീറിന് അതിന്റെ കൂലിയെങ്കിലും കിട്ടൂലേ? അതുകൊണ്ട് സമയം എടുത്തോട്ടെ. ഒരു വയൽ എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് വയൽ ഷജീറെ ദഅവത്ത് നടത്തുമ്പോൾ. വെറുതെ ഖുർആനിലുള്ളത് വിളിച്ചു പറയാനും നീട്ടി പറയാനും കളയുന്ന സമയം പോലെ അല്ലല്ലോ. ഇതൊരു ആശയപരമായ സംവാദമാണ്, സംവേദനമാണ്. നിങ്ങൾ പറയുന്നു, ഞാൻ മറുപടി പറയുന്നു, എന്റെ ബോധ്യങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങൾ. അതുകൊണ്ട് സമയമെടുക്കും. സമയത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല. ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഷജീർ നമുക്ക് സമയം? നിങ്ങൾ അതിനെ ആ ഒരു സ്പിരിറ്റിലെടുക്കുക. എന്തായാലും നമ്മളിത് തെളിയിച്ചിട്ടല്ലേ അടങ്ങുള്ളൂ. പിന്നെന്ത് പ്രശ്നം? ഈ പറയുന്ന സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുക്തിപരമായും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെ വളരെ വളരെ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചുരുങ്ങിയ വാക്കുകളിൽ കൊണ്ട് നിങ്ങൾക്ക് പറയാനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ചുരുങ്ങിയ വാക്കുകളുടെ പറഞ്ഞാലും വിശദമായി പറഞ്ഞാലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം അംഗീകരിച്ചാൽ മതി. നിങ്ങളുടെ ബോധ്യങ്ങളിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്ന് ബോധ്യപ്പെടുന്നോ അന്ന് നിങ്ങൾക്ക്
നിങ്ങൾ ബോധ്യപ്പെടും, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഷജീറിന്റെ കാര്യത്തിൽ എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ ഷജീറിന് മറുപടി പറയുന്നത്. പലപ്പോഴും ഷജീറിന്റെ പല വാദങ്ങളും മറുപടി അർഹിക്കുന്നില്ല എന്നിരിക്കലും ഇത്തരം വാദങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രതിനിധിയായിട്ട് ഷജീറിനെ മുന്നിൽ കാണുകയും ഷജീറിൽ കാണിക്കുന്ന ഈ ആത്മാർത്ഥത, ശരിയായ ഒരു അന്വേഷണം, ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഷജീറിൽ ഞാൻ പലപ്പോഴും എന്നെ കാണുന്നു, എന്റെ പഴയവർ എന്നെ കാണുന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടുകൂടിയാണ് ഷജീറിനോട് ഈ കാര്യങ്ങളിൽ വളരെ ഇടപെട്ടുകൊണ്ട് തന്നെ മറുപടി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മുന്നോട്ട് പോട്ടെ, കാര്യമാക്കണ്ട. അതിന് നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. ഈ പറയുന്ന മുഹമ്മദ് നബി ആ പറയുന്ന സൃഷ്ടാവിന്റെ പ്രവാചകനാണോ? ആ റിസാലത്തായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത്. അഥവാ ഒരു പ്രവാചകന് ചേർന്ന ഗുണവിശേഷങ്ങളാണോ അദ്ദേഹത്തിലുള്ളത്? അതിനുശേഷം നമ്മൾ അന്വേഷിക്കുന്നത് ആ പറയുന്ന സൃഷ്ടാവിന്റെ ഗുണവിശേഷങ്ങൾ, സിഫത്തുകൾ എന്ന് പറയുന്നത്, അതൊരു ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് ചേർന്ന ഗുണവിശേഷങ്ങളാണോ ആ പ്രവാചകൻ പഠിപ്പിച്ചത് എന്നതായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. അത് നേരിട്ട് ചർച്ച ചെയ്തോളൂ എന്നാണ് ഞാൻ പറയാം. അത്രയും ഭാഗം ക്ലിയർ ആണെങ്കിൽ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലും, ഇത് സംശയമൊന്നുമില്ല. ഇത് ഞാൻ ഷജീറിനോട് വെറുതെ പറഞ്ഞതല്ല. മുഹമ്മദിന്റെ റിസാലത്ത്, അള്ളാഹു എന്ന് പറയുന്ന മുഹമ്മദ് പരിചയപ്പെടുത്തിയ ദൈവത്തിന്റെ ദൈവികത, ദൈവിക ഗുണവിശേഷങ്ങൾ, ഇത്രയും കാര്യം പ്രൂവ് ചെയ്താൽ മതി. ഇനിയും ഷജീർ പോയിട്ട് ദൈവത്തിന്റെ അസ്തിത്വം, ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന പോകേണ്ട കാര്യമില്ല. കാരണം ഞാൻ ദൈവത്തെ വെറുതെ അങ്ങ് തള്ളുന്നില്ല എന്ന് ഷജീറാണല്ലോ കേൾപ്പിച്ചത്, മനസ്സിലായി? അപ്പൊ ദൈവത്തോട് നമുക്ക് കലഹമില്ല എന്ന് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയെങ്കിലും ഷജീർ ഇപ്പൊ പറഞ്ഞിടത്തേക്ക് വരാം. അതായത് മുഹമ്മദ് ദൈവം നിയോഗിച്ച പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള വസ്തുനിഷ്ഠമായ യുക്തിഭദ്രമായ തെളിവുകൾ നിരത്താം. എന്നിട്ട് മുഹമ്മദ് പരിചയപ്പെടുത്തിയ ദൈവം എന്ന ഒരു പൊതുസങ്കല്പം മനുഷ്യർക്കിടയിൽ പൊതുവെ കാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ഉള്ളതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സങ്കല്പത്തോട്, അതിനോട് എത്രമാത്രം നീതി പുലർത്തുന്നതാണ് മുഹമ്മദ് പരിചയപ്പെടുത്തിയ ദൈവിക നിയമങ്ങൾ എന്ന് പരിശോധിക്കാം. ഈ രണ്ട് പരിശോധനയിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഈസിയല്ലേ, പെട്ടെന്ന് പരിപാടികൾ തീരും. അതിന് ഷജീർ തയ്യാറാവുക. ആ ഒരു യാത്രയിലും ഇത്തരത്തിൽ തന്നെ ഞാൻ താങ്കളോട് ആദ്യം ചോദ്യം ചോദിക്കുകയും അതിന് താങ്കൾ വീണ്ടും ഇതുപോലെ തന്നെ ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തീർച്ചയായും വന്നുകൊണ്ട് ആ ഒരു വിഷയത്തിലുള്ള എന്റെ തെളിവുകൾ ഞാൻ നിരത്തും. സമയമില്ല എന്ന് ഷജീർ പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളൊരു ചോദ്യം ചോദിച്ച് എന്നിട്ട് ഞാൻ അതിന് ഉത്തരമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അതിലൊരു വീഡിയോ ചെയ്ത് എന്നിട്ട് പിന്നെ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ അതിന്റെ തെളിവും കൊണ്ട് വരുന്നേ? നിങ്ങൾക്ക് ഒന്നാമതേ സമയമില്ല. നിങ്ങളുള്ള സമയത്ത് മുഹമ്മദിന്റെ പ്രവാചകത്വം, മുഹമ്മദ് മുന്നോട്ട് വെച്ച ദൈവസങ്കല്പത്തിന്റെ ദൈവികമായ അതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ഗുണവിശേഷങ്ങൾ, ഇത് തെളിവുകൾ വെച്ച് സമർത്ഥിക്കുക. നമ്മൾ പരിശോധിക്കട്ടെ. നിങ്ങൾ ആദ്യം എന്നോട് ചോദ്യം ചോദിച്ച് ഞാൻ എന്നിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് തൃപ്തിയായില്ല, നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് തോന്നി, ആ പറഞ്ഞത് മറുപടി അല്ല എന്ന് തോന്നി, എന്നിട്ട് പിന്നെ നിങ്ങൾ തെളിവുകൾ ഒരുപാട് സമയം പോലെ. എനിക്ക് സമയത്തിന് പ്രശ്നം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. എനിക്ക് സമയം, ഞാൻ സമയം പോലെ ചെയ്തോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ട് പിന്നെ നിങ്ങൾ തെളിവ് തരുമെങ്കിൽ അങ്ങനെ നിങ്ങളെ സൗകര്യം പോലെ ആയിക്കോളി, നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും ഷജീർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലിയാഖത്ത് മറുപടി ആയിട്ട് പിന്നാലെ ഉണ്ടാവില്ല എന്നാണ് ഷജീറിന്റെ ചോദ്യം. ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെയായിരിക്കും ഈ പറയുന്ന സൃഷ്ടാവിന്റെ ഗുണവിശേഷങ്ങൾ. അവിടെയും ആദ്യമായിക്കൊണ്ട് നിങ്ങളോടായിരിക്കും ഞാനൊരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യവും നിങ്ങൾ പറയുകയാണ് ഇതും ഉത്തരം കിട്ടാത്ത ചോദ്യമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ മറുപടി ആയിരിക്കും ഞാൻ പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും കൂടെ ഉണ്ടാകണം. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ? എല്ലാവരും ഉണ്ടാവും എന്നുള്ളവരൊന്ന് ആ കമന്റിൽ ഞാൻ ഉണ്ടാവുന്നെന്ന് പറഞ്ഞേ. അറ്റ്ലീസ്റ്റ് മീ എന്തെങ്കിലും ഒന്ന് എഴുതിക്കേ. കൂടെ ഉള്ളവരൊക്കെ ഒന്ന് കയ്യോ കാലോ ഒന്നോ രണ്ടോ വാക്കോ ഒന്ന് കമന്റ് ബോക്സിൽ പെട്ടെന്നിട്ട്. കാരണം ഷജീർ ഇത് സമയമില്ലാത്ത സമയത്ത് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. ഞാനും എൻ്റെ അധ്വാനം തൊഴിലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് വന്ന് സമയമെടുത്ത് ക്ഷീണിച്ച് ഇരിക്കുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും എഫേർട്ട് ഞങ്ങൾ മാനിക്കും എന്നുള്ളവര്, ഇതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളവര് ഒന്ന് കമന്റ് ബോക്സിൽ അത് എഴുതുക. അത് ഷജീറിനും ഭയങ്കര ഒരു പ്രചോദനമായിരിക്കും, ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് പോലും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അന്ന് ഉണ്ടാവും. നമുക്ക് എന്തായാലും ഇത് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തും. പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണ്. നമുക്ക് അന്വേഷിച്ച് നോക്കാം. നമ്മൾ അന്വേഷിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഷജീറിന്റെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ടായിരിക്കെ ആ ദൈവത്തെ നിരാകരിച്ച് നരകത്തിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നാലോ ഷജീറിന് വിഷമാവും, എനിക്കും വിഷമാവും, നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം. അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഷജീറിനകത്ത് ദൈവത്തിന് തെളിവുണ്ട്, മുഹമ്മദിന്റെ പ്രവാചകത്തിന് തെളിവുണ്ട്. ആ ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ ദൈവികമാണ്, അതിന്റെ എല്ലാ ദൈവിക മൂല്യങ്ങളും ഉൾച്ചേർന്നതാണ് എന്നതിന് അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾ ഇവിടെ നോക്കണ്ട, ഞാൻ ഷജീറും ഒരുമിച്ചേക്കും. അതല്ലെങ്കിൽ ഞാൻ ഷജീർ ഒരുമിക്കും, അതിൽ വേറെ സംശയമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും. അത് ഒന്ന് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ള കാര്യത്തിൽ മാത്രം സംശയമുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടാവും. പക്ഷെ ഷജീർ വീഡിയോ അവസാനിപ്പിച്ചിടത്ത് ഷജീറിന്റെ ആത്മവിശ്വാസക്കുറവിനെ സ്ഫുരിക്കുന്ന ഒരു ചെറിയ ഭാഗം ഞാൻ കേട്ടു. അത് ഞങ്ങളെ കേൾപ്പിക്കാം. അത് സാധാരണഗതിയിൽ നമ്മളിവിടെ വയത് പറയുന്ന മൂല്യമാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഒന്നുമല്ലാത്ത ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും നിങ്ങളെ ഈ കോലത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മരിച്ചു കിടക്കുന്ന നിങ്ങളെ മണ്ണിനടിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാനും നരകത്തിലിട്ട് പൊരിക്കാനും അള്ളാഹ്ക്ക് കഴിയും എന്ന് നിങ്ങൾ നല്ലോണം ഓർമ്മച്ചോളി എന്ന് പറഞ്ഞിട്ടാണ് ഷജീറിന്റെ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതിൽ എനിക്ക് ഷജീറിനോട് ഒരു എന്താ പറയാ, ഒരു വിയോജിപ്പുണ്ട്. കാരണം അത് ഒരു പരമ്പരാഗത മൂല്യന്മാർ പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ്. മരിച്ചു പോകും ചങ്ങായിയെ, നല്ലോണം ഓർമ്മിച്ചോ എന്ന് പറയുന്ന ഒരു ഭീഷണിയുടെ
ഒരു സാധനമുണ്ട്. എനിക്കത് കാര്യമാക്കുന്നില്ല ഞാൻ, പക്ഷെ അത് വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് അവരുടെ യുക്തിയെ മരവിപ്പിക്കാൻ ഭയത്തിന് കഴിയും എന്ന് മുഹമ്മദ് നബിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ആ തന്ത്രം ഷജീർ പയറ്റുന്നത് ഉചിതമല്ല. ഒരു യുക്തിവാദിയുടെ ദൈവിക ഇസ്ലാമിക പഠനം എന്നാണ് ഷജീർ പരമ്പരയ്ക്ക് ടൈറ്റിൽ ഇട്ടിട്ടുള്ളത് എങ്കിൽ അവിടെ നരകപ്പേടിക്ക് പ്രസക്തിയില്ല. മരണത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറഞ്ഞോർമ്മിപ്പിച്ചും പേടിപ്പിച്ചിട്ടുമല്ല, യുക്തിഭദ്രമായിട്ട് നമ്മൾ ദൈവത്തിന്റെ അസ്തിത്വവും മുഹമ്മദിന്റെ പ്രവാചകത്വവും തേടിപ്പോവേണ്ടത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ആ അഭിപ്രായം ഷജീർ മാനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ അസ്തിത്വം അന്വേഷിക്കുമ്പോൾ, പ്രവാചകന്റെ പ്രവാചകത്വം അന്വേഷിക്കുമ്പോൾ അതിൽ മരണഭയത്തിന് യാതൊരു കാര്യമില്ല. കാരണം ഭയം മനുഷ്യന്റെ യുക്തിയെ നശിപ്പിക്കും. അതുകൊണ്ട് ഷജീർ ആ ഭാഗം തിരുത്തി തെളിവുകൾ നിരത്തി മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഷജീറിന്റെ വാദങ്ങൾക്ക് പരിശോധിക്കാനും അത് എനിക്ക് ബോധ്യപ്പെട്ടാൽ അത് തുറന്ന് സമ്മതിക്കാനും, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല എന്നും അതിലെന്റെ മറുപടി എന്താണെന്നും വ്യക്തമായും കൃത്യമായും പറയാനും ഞാൻ തയ്യാറാവും. അതിന് പോകുന്ന സമയം പോട്ടെ എന്ന് വെക്കും. ഷജീറിനും എനിക്കും വേണ്ടി ഞാൻ ചെലവഴിക്കുന്ന സമയം ഞാനത് എന്താ പറയുക, സന്തോഷത്തോടെ ആ സമയം ഞാൻ ചെലവഴിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമന്റ് ബോക്സ് നിറയെ എല്ലാവരും ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഷജീർ നിരാശപ്പെടുത്തരുത്. നമ്മൾ കൃത്യമായിട്ട് ഷജീർ ഇനി പ്രവാചകത്വത്തിനുള്ള തെളിവ് മുതൽ തന്നെ തുടങ്ങിയാൽ പോലും അത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും പറഞ്ഞ് 1 മണിക്കൂർ കൂടുതലാക്കിയിട്ട് ഷജീറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ചെറിയ ടിപ്സ് കൂടി പറയാം. ഷജീർ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് സ്പീഡ് 2 ആക്കിയിട്ട് കണ്ടാലും ഒരു കുഴപ്പമില്ല. ഞാൻ കുറച്ച് സ്ലോ ആണ് എൻ്റെ സംസാരം എന്നുള്ളതുകൊണ്ട് എൻ്റെ 1 മണിക്കൂർ വീഡിയോ ഉണ്ട്, ആരും ബേജാറാവണ്ട. അത് അരമണിക്കൂറിൽ കണ്ടു തീർക്കാവുന്ന ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സാന്ദർഭികമായിട്ട് പറയാം. കാരണം ആ പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട് എന്ന് മാത്രമല്ല പഠിപ്പിച്ചത്, ഈ മരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അവസാനമല്ല. തീർച്ചയായിട്ടും നമ്മൾ കണ്ടാൽ അറപ്പുളവാക്കുന്ന ബീജക്കണികകളിൽ നിന്നും ഈ രീതിയിലുള്ള മനുഷ്യൻ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അവസാനമല്ല. നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ ആ സൃഷ്ടാവിന് കഴിയും. നിങ്ങൾ എന്ന് പറയുന്നത് ഒരു നിരർത്ഥക സൃഷ്ടിയല്ല എന്നുകൂടി ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഗൗരവമാണ് വിഷയം എന്ന് മാത്രം പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും കൂടെ ഉണ്ടാവണം. സത്യസന്ധമായ പഠനത്തിന് വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗിക്കണം. എല്ലാ മുൻധാരണകളും മാറ്റിവെക്കണം എന്ന് വിനയത്തോടു കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായം ഇതിനകത്ത് മരണഭയത്തിനോ മരിക്കും എന്ന പേടിപ്പിക്കലിനോ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന ഓർമ്മപ്പെടുത്തലിനോ യാതൊരു പ്രസക്തിയില്ല. വളരെ യുക്തിഭദ്രമായിട്ട് നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു, മനുഷ്യരായിട്ട് ജീവിക്കും. എല്ലാ മുൻധാരണകളെയും മദ്രസയിൽ നിന്ന് കയറ്റിവെച്ച കുത്തി നിറച്ച എല്ലാ വിശ്വാസങ്ങളെയും അകറ്റി നിർത്തിയിട്ട് കിതാബുകൾ ഓരോന്നോരോന്നെടുത്ത് തെളിവുകൾ നിരത്തി നമ്മൾ ദൈവത്തെ അന്വേഷിച്ചൊരു പോക്ക് പോവാണ്. 6-ാം നൂറ്റാണ്ടിലെ മക്കയിലെ മരുഭൂമിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അത് മതി. അതിന് ഞാൻ തയ്യാറാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഇന്നല്ലെങ്കിൽ നാളെ സത്യം ആർക്കെങ്കിലുമൊക്കെ ബോധ്യപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി ഷജീർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയത്തിന് ഷജീറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷജീറിന്റെ അടുത്ത വീഡിയോക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഷജീറും ഞാനും നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. സൗഹൃദപരമായി മാന്യമായി സംസാരിക്കുന്ന ആളുകളോട് ഏത് വിഷയത്തിലും സംസാരിക്കാനുള്ള സന്നദ്ധതയും താല്പര്യവും ഷജീറിന്റെ മുന്നിലും വെക്കുകയാണ്.